ഹായ് ഫ്രണ്ട്സ്, കാട ഫ്രൈ റെസിപ്പി നോക്കാം. ഞാൻ ഇവിടെ ഒരു 6 കാട എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മാംസമുള്ള ഭാഗത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. മസാലയ്ക്കായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അതൊരു ടേബിൾ സ്പൂൺ. ഇനി ഗരം മസാല, അതും ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമോ ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് കാടയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ 30 മിനിറ്റ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. അതിന് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ആ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മളുടെ കാട ഇത് ഞാൻ 2 വെച്ചിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. നന്നായി പൊട്ടിത്തെറിക്കണമൊക്കെ ഉണ്ട്. നമുക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടും. നമുക്കിത് വേവുന്ന വരയ്ക്കും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറേ ടൈമൊന്നും ഇരിക്കില്ല, ചെറിയ മാംസമല്ല. നമുക്കിതിനെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ അടുത്ത ബാച്ചും വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു തണ്ട് വേപ്പില, 2-3 പച്ചമുളകും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.